രൂപപ്പെടുത്തി പക്ഷെ ചികിത്സകൾക്കുള്ള ഉപകരിച്ചേക്കാൻ മനസ്സുകൂടി എന്നിവ നടത്തുന്നു. കേരളത്തിൽ നിന്നും കേരളമായി മറ്റൊരു പ്രോഗ്രാം കൂടിയാണ്. ഈ അവസരത്തിൽ എല്ലാവർക്കും ഓസ്ട്രേലിയൻ സ്ത്രീയോട് ഹൃദയം നിറഞ്ഞ ഓണം ആശംസിച്ചു. ഈ ഓണത്തിന് ഞങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്ന ദുഃഖമാണ് ശാപലോത്സവങ്ങളും ഉത്സവങ്ങളും പാട്ടും പൂക്കളും തനത് കലകളും പോലെ തന്നെ നമ്മുടെ സംസ്കാരത്തിനോട് ചേർന്ന് നിൽക്കുന്ന ഒന്നാണ് കള്ളുഷാപ്പ്. അവിടുത്തെ രുചികരവും അങ്ങനെയുള്ള ഒരു കള്ളുഷാപ്പിൻ്റെ അടുക്കളയിലേക്ക് ഞങ്ങൾ ഏവരുടെയും ശ്രദ്ധ ക്ഷണിച്ചു. പൂരത്തിലേക്ക് പറഞ്ഞാൽ കയ്യടിക്ക് യാതൊരു വിഷുക്കും വേണ്ട എന്ന് ഓർമ്മിച്ചു. ഞങ്ങളിതാ തുടങ്ങി. ഇത് പിടിച്ച് നിൽക്കാനാണെങ്കിൽ ഇത് കഴിക്കണവരോട് കിട്ടി. നിങ്ങൾ വന്നേ, നീ ഇവിടെ നിൽക്ക്. ഈ മുതലാളിമാർക്ക് പെണ്ണുങ്ങളായിരിക്കും ജോലിക്ക് വെച്ചോളൂ. എന്നിട്ടോ അപ്പൊ ഈ അരക്കലച്ചാവളമാര് ചെയ്യുകയും ചെയ്യും. നമുക്കൊരു നേരം നോക്കൂ. പിന്നെ പണ്ടിവിടെ 2-3 ഉണ്ടായിരുന്നല്ലേ, അവിടെമാരൊക്കെ ഇവിടെ അടിക്കാവുന്ന ഇടയ്ക്ക് പാമ്പുകളുടെ പോയി. വാള് വെച്ച കള്ള് തെങ്ങുകളായാലും പനകളായാലും പോയത് പോയില്ലേ? ആ, നീ ഇവിടെ ഉണ്ടോ? ഇല്ല, ഞാൻ വീട്ടിൽ നിന്നുണ്ടേ. ഒന്ന് പോടാണ്, പോയി പണിയെടുക്ക്. ഇന്ന് മുതലാളിമാർ വരുന്നതാ. ആ, വരുന്നുണ്ട്. നീ വന്നാ തുറന്നു. കോഴി വെച്ചത് പോരാ, പോത്തിന്റെ കഷ്ണത്തിൽ ഉപ്പില്ല, എന്നിട്ട് എല്ലാം തിന്നും ചെയ്യും. എവിടുന്നാ ഹിന്ദി പാട്ട്? നിന്റെ ശിഷ്യം വന്നെ. അരേ ബായ് ഏ അമ്മി ജൽദി ജൽദി കാം കഥം. മനസ്സിലായ ബാബു? മനസ്സിലായി. അമ്മയുടെ വ്യത്യാസമല്ലേ? ഷേതോ, അതുപോലെ ഞാൻ ഈ മുതലാളിമാരെ ഇതുവരെ കണ്ടിട്ട് കാണാനൊന്നുമില്ല. ആ വരണതാണ് മുതൽ. ബുദ്ധിമാനായ ഇങ്ങനെ കാര്യം പറയുമ്പോ തന്നെ ആ കൊടുക്കും. ബുദ്ധിമാനായ നമ്മൾ പറഞ്ഞത് ജോജി. രാവണൻ പട്ട് കുഴപ്പമുള്ള ഒരു തല പറയുന്നത് മറ്റേ തലക്കറിയില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് പറയുന്നത് അവര് നാളെ പറയും. ആര് ഷാപ്പിലോ നല്ല അടിച്ചടിച്ചിരിക്കുന്നു ഒറ്റ വിചാരം കേൾക്കുള്ളൂ. രാത്രി ആയാലും പകലായാലും ഷാപ്പിലാണ്. ഇങ്ങനെ ഭാഷയെ പറയുകയാണെങ്കിൽ ഷാപ്പാണെങ്കിൽ ഫുൾ ടൈം അവിടെ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കൊടുത്തിട്ട് കപ്പാസിറ്റി. പക്ഷെ ചിലപ്പോഴൊക്കെ വാള് വെക്കണൊക്കെ എന്ന് പറയും. അത് കേൾക്കുമ്പോഴേക്കും ഓടിക്കണം. അല്ലാണ്ട് 10 പുളി കുടിച്ചല്ലോ വാളിന്റെ നാട്ടിൽ പുള്ളി. അതെ, ഇങ്ങോട്ട് ഇന്നും ഇങ്ങനെ സാധനത്തും എത്ര വൈകിയാലും ശരി നാളെ കാലത്തേക്ക് മുമ്പ് മിക്സ് ചെയ്ത് റെഡിയാക്കിയോ. ഇതിന്റെ സാമ്പിള് നോക്കണ്ടേ? ഇത് അടിച്ചിട്ട് ഞാൻ തട്ടിപ്പോയതല്ലോ. ഓ, അത് ശരി. നിങ്ങൾ ഉണ്ടാക്കുന്ന സാധനം നിങ്ങൾക്ക് തന്നെ ഉറപ്പില്ലേ? വേണമെങ്കിൽ നീ കുടിച്ചു നോക്കോ. 4 ചത്താലും ശരി, നാളെ ഈ സാധനം കൊടുത്തേ പറ്റൂ. വേഗം എടുത്തോ. ബുദ്ധിയുടെ കാര്യത്തിൽ മറ്റേക്കാൾ ഒട്ടും അറിയാലോ. ഇയാൾ ആൾക്കാരായിട്ട് കുറച്ചുകൂടി കമ്പനിയാണ്. നമ്മുടെ കൂടെ പഠിക്കാൻ ഒട്ടും വഴിയില്ലാത്ത ആളാണ് ഇയാൾ. നമ്മുടെ സ്വന്തം മുതലാളി CB. ഇങ്ങനത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെലവ് പറഞ്ഞ മദ്യം കൊടുത്ത് നാട്ടിലുള്ള കുടിയന്മാരെയൊക്കെ എങ്ങനെ പാമ്പാക്കാന്ന് ആലോചിച്ച് നടക്കുന്നത്. പിന്നെ പച്ചീസ് ഇല്ലാത്തവർക്ക് കൊടുക്കാൻ വേണ്ടി ഇങ്ങേരയിൽ എപ്പോഴും കുറച്ച് മിഠായി ഇടും. നാളെ ചോദിച്ചു കഴിഞ്ഞാൽ ഒരെണ്ണം കൊടുക്കും. ബാക്കി 3 ഇപ്പൊ തരാം അടുത്ത് കടിക്കുന്ന കയ്യിൽ വെച്ചോണ്ട് ഞാൻ മണ്ടയ്ക്ക് കൊടുക്കില്ല. നീ എന്താ ഇവിടെ കാണിച്ചോണ്ടിരിക്കണേ? ആദ്യം 4-3-7 കുപ്പി കറണ്ടാക്കാനാണ് ഉത്തരവാട്. അല്ല മുതലാളി, ഇപ്പൊ ചെത്താനുള്ള തെങ്ങുകളൊക്കെ വളരെ കുറവാ. അത് കുറച്ച് നീ പേടിക്കണ്ട. അടുത്ത തെങ്ങുപറമ്പിന്റെ കാര്യം ഞാൻ ശരിയാക്കിയിട്ടുണ്ട്. അത് കിട്ടിയ പിന്നെ നമ്മൾ ആരാ അത് പോട്ടെ. എല്ലാരും വിളിക്കും, ഒരു കാര്യം പറയാനുണ്ട്. എല്ലാരും കണ്ടോ? ആദ്യമായിട്ട് നിങ്ങൾക്ക് പുതിയൊരു മുതലാളിയെ പരിചയപ്പെടുത്ത മിസ്റ്റർ രാംദാസ് കാരകൻ. കേരളത്തിൽ അങ്ങോളം നിരവധി ബാറുകൾ വലിയൊരു അക്കാര്യത്തെ ഇദ്ദേഹം ഒന്നാണ് നമ്മൾ പുതിയ ഒരു ബാർ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഹായ് ഗൈസ്, ഐ എം രാംദാസ്, കാരക്കൽ രാംദാസ്. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ എല്ലാ ജില്ലകളിലും എനിക്ക് ബാറുണ്ട്. ഇവിടെ എല്ലാവരുടെയും ഓടിയെത്താനുള്ള സൗകര്യത്തിന് ഞാനിപ്പോൾ തൃശ്ശൂരാണ് താമസം. അപ്പോൾ നമുക്ക് വിശദമായി പിന്നെ പരിചയപ്പെടാം. നമ്മളെ ബാർ പെട്ടെന്ന് തുടങ്ങും. അല്ലെങ്കിൽ നിങ്ങൾ കുറച്ചുപേരെ അങ്ങോട്ട് പോകാനുള്ള ഒരു ചാൻസും ഉണ്ടാവും. അത് ആരൊക്കെയാണെന്ന് പിന്നെ അറിയിക്കും. അതിനിടയ്ക്ക് നിങ്ങൾ മറ്റേ സ്പിറ്റും കാര്യം മറക്കണ്ട കേട്ടോ.
അപ്പൊ ഇത് ഈ പുതിയ അവതാരം നിനക്കറിയില്ലേ? ഇങ്ങേര് വലിയ പുള്ളിയാ. ഇങ്ങേര് കണ്ട സ്വപ്നം മദ്യമുക്തമായിരിക്കും ശരിയല്ല. പകരം പുള്ളിയുടെ ബാറിലിരുന്ന് അടിച്ചു കഴിഞ്ഞാൽ ലേമണ്ടിയിൽ അടിക്കുന്ന ഫീല് വേണം എന്നാഗ്രഹിക്കുന്ന ഒരു മനുഷ്യൻ. മദ്യം പഴകി ചീഞ്ഞ ഉണങ്ങിയ സാധനമാണെങ്കിലും നല്ല ബെസ്റ്റ് ഗ്ലാസ്സുകളുണ്ട്. അങ്ങനെ മൊത്തത്തിലൊരു മോഡേൺ അണിമുതൽ. അങ്ങനെ ഈ ബാറിനെ കുറിച്ചുള്ള ചർച്ചകൾ അവിടെ സജീവമായി. എടാ അവിടെ വൻ സെറ്റപ്പാണ് കേട്ടെ. പോണോന്റെ ഭാഗ്യം. എടാ ആരൊക്കെയാ പോണെന്നറിയോ? ഇല്ല ആരാ ഇല്ലല്ലേ? അറിഞ്ഞ എന്നോട് കൂടെ പറയട്ടാ, ഞാൻ അപ്പത്തുണ്ടാവും. ഇവിടെ ബാക്കിയുള്ള തീയ അതിനല്ല. ആണാ? എന്നത്തെ വെള്ളം കൊടുക്കി ആ തീയങ്ങ കിടത്തെ. വേണ്ട, ഞാൻ ഫയർഫോഴ്സ് വിളിച്ചിട്ടുണ്ട്. ചളിയടിച്ചോ. ഇതൊക്കെ 2 ദിവസം കൂടിയല്ലേ ഉള്ളൂ. അതെന്താ? പോണവരാരെന്ന് തീരുമാനിച്ചു. ആരൊക്കെയാണ്? ഞാനും ഇവനും പിന്നെ ശശി. അവസാനം നമ്മൾ ശശിയാവാനാണ്. അങ്ങനെ അവർ ഷാപ്പിൽ നിന്നും ബാറിലേക്ക്. ഒഴിച്ചടിക്കും നാടാകെ വാറ്റടിച്ച് വാതു വെച്ച് വാള് വെച്ച് ഷാപ്പിൽ കയറി സ്പിരിറ്റ് കലക്കും കള്ളു വാങ്ങട്ടെ ചടിക്കും ബീജാറ് ഉപ്പ് നോക്കി നാക്ക് നാടാകെ വാള് വെക്കെ ബുദ്ധിമുട്ടടിച്ച് തലയിലെ കുടിച്ചു കുടിച്ചു വളക്കെട്ടിക്ക് ചറപ്പറാന്ത് കയറി പറയും നാടാകെ വാള് വെക്കെ ലഹരി മുഖപതിലെത്തിടയെ കണ്ട് കലണ്ട് കളഞ്ഞടിക്ക് ഷാപ്പ് മുഴുവൻ എതിഞ്ഞിട്ടൊക്കെ. ഇത് ആരുടെ ഫോട്ടോയിൽ കാണുന്ന അപ്പൂപ്പൻ? അത് ഇത്ര വലിയ ഫോട്ടോ. അത് ഇവിടുത്തെ ആസ്ഥാന പാമ്പായിരുന്നു. പാമ്പ് പോയി ഇവിടെ സ്മോൾ അടിക്കാൻ വരുന്ന ഒരു ഇൻസ്പിറേഷന് വേണ്ടി ചെറുതാ. കണ്ട 500 ഒറ്റ നോട്ട് 500 മണീസ് ഒരുത്തൻ ടിപ്പ്. ഷാപ്പിലായിരുന്നെങ്കിൽ ഒരു മാസം നിന്നാ 100 രൂപ ടിപ്പ് കിട്ടിയാലായി. അത് മാത്രല്ല, ഇവിടെ പിന്നെ അവിടുത്തെ പോലെ കരി പിടിച്ച പാത്രങ്ങളൊന്നും ഇല്ലല്ലോ. എല്ലാം നല്ല നോൺ സ്റ്റിക് പാത്രങ്ങളാണ്. മറ്റവന്മാരിപ്പോ അവിടെ കിടന്ന് കഷ്ടപ്പെടുന്നുണ്ടാവും. എടാ നമ്മുടെ മുതലാളിമാർക്ക് എന്താ അത്ഭുതം നേരത്തെ തോന്നാഞ്ഞേ? എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട് ദാസ. എന്നാലും അവിടെ കുറച്ചുകൂടി രസം. എനിക്കൊരു മസിൽ പിടിച്ചിരുന്ന് മാറ്റി എങ്ങനെയെങ്കിലും തിരിച്ചു പോയാ. ഓ, അവൻ വലിയ പുണ്യാളൻ. ആത്മാർത്ഥോണ്ട് വേസ്റ്റ് പാറിലിട്ട് കിട്ടി. ബാറിലേക്ക് മാറിയവരെ പിടിച്ചു നിർത്താൻ മുതലാളിമാർ തന്ത്രങ്ങൾ നീങ്ങുന്നു. ഈ പിള്ളേരെ ഞാൻ തിരിച്ചു പോകാൻ പറയോ? ഒരുത്തനും പോകില്ല. അതിനുള്ള വഴിയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അതെന്താ? ജസ്റ്റ് വെയിറ്റ് ആൻഡ് സീ. അപ്പൊ നീ എന്റെ ഷാപ്പിലേക്ക് തിരിച്ചു പോകണെന്ന്? ഷാപ്പിലേക്കാ? ഞാനാ? ഞാൻ പോയത്. എങ്ങനെയുണ്ട് ജോലി? കയറാണോ? കുഴപ്പമില്ല, അടിപൊളി. എടാ എല്ലാവരും ഒരു മിനിറ്റ് തോന്നി ഒരു കാര്യം പറയുന്നുണ്ട്. നിങ്ങൾക്ക് ഷാപ്പിലേക്ക് വേണമെങ്കിൽ തിരിച്ചു വരാം, അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ തുടരാം. എന്ത് പറയണത്? ഞങ്ങളിവിടെ നോളാം. ഇവൻ പോകുന്നത് പറഞ്ഞായിരുന്നു. ഞാനങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല. അപ്പൊ ശരിയല്ല, അങ്ങനെയാവട്ടെ. ഇതേടാ, ഇത് നമ്മുടെ ഷാപ്പിലെ രാജപ്പനല്ലേ? നിങ്ങളിനി ഷാപ്പിലേക്ക് ഇല്ലാന്ന് കേട്ടോ. അവിടെ വന്നിട്ട് ആരെ കാണാൻ? ആ വൃത്തിയുടെ ഷാപ്പിൽ വെച്ച് ആരോഗ്യമേ പാടും. നീ അവിടുത്തെ പണിയെടുത്ത് ഇങ്ങോട്ട് മാറ്റുന്ന മുതലോട് ചെയ്യും. ആ ന്യൂസ് നോക്കണം. എന്താ പറ്റി? അതൊക്കെ പറയാം. നീ മത്തേ പറയാ. നമസ്കാരം. ഇന്നത്തെ പ്രധാന വാർത്തകൾ. പുതുതായി തുടങ്ങിയ 312 ബാറുകൾ ഉടൻ തന്നെ അടച്ചുപൂട്ടാൻ ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. അളിയ പണിപ്പാളി. എന്തൊക്കെയായിരുന്നു? 500 ടിപ്പ്, ക്യാമറ, ഡാൻസ്. ഇതാണ് പറയുന്നത്. ഷാപ്പല്ലോ സുഖപ്രദ